ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന ഡയമണ്ട് ഡൗവിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പം നല്ലൊരു ഇനം പ്രാവാണ്, ഒരു അരുമപ്രാവായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്രാവാണ് കേട്ടോ. ഇതൊരു ഓസ്ട്രേലിയൻ ബേർഡാണ്. പിന്നെ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ നല്ല സുഖമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്രാവാണ്. വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. പിന്നെ ബ്രീഡിങ് സമയമാകുമ്പോൾ ആൺപ്രാവ് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുക, അതൊക്കെ കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഞങ്ങൾ അതെപ്പോഴേലും കാണുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോ പോലെ ഇടാൻ നോക്കാം. കണ്ടില്ലേ, കണ്ണിന് ചുറ്റും നല്ല ചുവപ്പ് നിറമുള്ളത് ആൺപ്രാവും, ഒരു കുറഞ്ഞ നിറത്തിൽ ചുവപ്പ് നിറം, മഞ്ഞ കലർന്ന ചുവപ്പ് നിറമുള്ളത് പെൺപ്രാവുമാണ് കേട്ടോ. എന്താ നേരെ കാണാനല്ലേ, എന്താ ഇതാണും പെണ്ണുമാണ്. ഞങ്ങളിത് വീടിൻ്റെ മുൻഭാഗത്താണ് കേട്ടോ അത് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇതിന് ഒച്ചയും ബഹളമൊക്കെ കുറച്ച് കുറവാണ്. അവർ വല്ലാണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല. മറ്റേ പ്രാവുകൾ എപ്പോഴും ഇങ്ങനെ മൂളിയും കൊണ്ടിരിക്കില്ലേ, ഇവർക്ക് ആ സ്വഭാവമൊന്നുമില്ല കേട്ടോ. പിന്നെ ആ ഒച്ച കേൾക്കാനും ഒരു രസമാണ് അവരെ. ഇത് ഞങ്ങളൊരു 900 രൂപയ്ക്കാണ് ഒരു ജോഡി വാങ്ങിയത്. 1500 രൂപ മെച്ചോർഡായ പ്രാവിനാവും കേട്ടോ. അത് അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളെ 2 വാങ്ങിയതാണ്. ഇപ്പോൾ 2 വേറെ ഉണ്ടായി. ഇപ്പോൾ വീണ്ടും മുട്ടിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അംഗസംഖ്യ കൂടിയും കൊണ്ടിരിക്കുന്നുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. അപ്പോൾ കുഞ്ഞൂസ് ഇങ്ങനെ കയ്യിൽ പിടിക്കലൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രാവും കുട്ടികളുണ്ടായാൽ അവന് കൈ കൊടുക്കണം. കുറച്ചേരൊക്കെ ഞങ്ങൾ കാട്ടിക്കൊടുത്ത് പിന്നെ അങ്ങനെ എടുത്ത് വെക്കലുണ്ട്. പിന്നെ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. എന്നും വെള്ളം മാറ്റി കൊടുക്കണം. ശുദ്ധമായിട്ടുള്ള വെള്ളം മാറ്റി വെച്ച് കൊടുക്കണം. അത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ പരിചരണം. നമ്മൾ പിന്നെ കൂടുതലായിട്ടൊന്നും കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. 1500 രൂപ വില ഒരു ജോഡിക്ക് കിട്ടും. പിന്നെ 2 മുട്ടയുള്ളൂ കേട്ടോ. ഇവർ 2 മുട്ടയാണ് ഇടുള്ളൂ. സാധാ പ്രാവുകളൊക്കെ ഇടുന്ന മാതിരി 2 മുട്ട തന്നെ ഇടുള്ളൂ. ഇപ്പോൾ ഒരു പ്രാവ് മുട്ടയിട്ട് കിടക്കുന്നുണ്ട് അതിൽ, കൂട്ടിൻ്റെ ഉള്ളിൽ. ഇതിന് ചെല്ലിയും കൊമ്പൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്താ പാറി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പ്രാവുകളെ കുറിച്ച് ഇതൊക്കെ പറയാനുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വലിയ കെയറിങ്ങൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്രാവാണ്. പിന്നെ ഇവരെ തീറ്റ രീതി പറഞ്ഞാൽ നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു കണവനാക്ക് ഇട്ട് കൊടുക്കലുണ്ട്. അത് കാൽസ്യം കുറവിന് വേണ്ടി, അത് കാൽസ്യം കുറവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അത് കൊത്തി അങ്ങനെ കഴിക്കും കേട്ടോ അവർ. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കുത്തി കഴിക്കും. അപ്പോൾ നല്ലതാണ് അത് അങ്ങനെ ഇട്ട് കൊടുത്താൽ. അതൊക്കെ തന്നെ കെയറിങ്ങിൽ പെടുന്നുള്ളൂ. കണ്ടില്ലേ, 2 മുട്ടയാണ് ഇടുകയുള്ളൂ. ആ മുട്ടേൻ്റെ ഒരു ഇട്ട് വെച്ചതും പിന്നെ അടയിരിക്കുന്നതും ഇങ്ങനെ എടുത്തതാണ്. അത് അപ്പോഴപ്പോഴായിട്ട് എടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കണവനാക്ക് പൊടിച്ച് കട്ടയിട്ടാണ് കേട്ടോ വരുന്നത്, അതാണിത്. പിന്നെ സ്റ്റാർട്ടർ, പിന്നെ ബജ്ജറ, ചോളം, ചെറുപയർ, നെല്ല്, സൂര്യകാന്തി സീഡ്, ഇതൊക്കെ ഉള്ളൊരു മിക്സഡ് തീറ്റ. പിന്നെ തിനി. ഈ 3 തീറ്റയാണ് കേട്ടോ ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പക്ഷീനെ എല്ലാവരും പറ്റുന്നവരൊന്ന് വളർത്തി നോക്കുക. നല്ല സുഖമാണ് കേട്ടോ അതിനെ വളർത്താൻ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.